എൻ്റെ ചേച്ചീൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യൽ ആക്കാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാരണം വേറെ ഒന്നല്ല. ഒന്നാമത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് വർഷങ്ങളായിട്ടുള്ള പതിവാണ് അവൾക്ക് ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം അവൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യും എന്തെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നാണ് വിചാരിച്ചത്. എന്തായാലും അവൾക്ക് കൊടുക്കുന്നറിയാം, പക്ഷേങ്കിൽ ഇത് എക്സ്പെക്റ്റ് ചെയ്യരുതെന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു എത്രാമത്തെ ബർത്ത്ഡേ ആണോ അത്രയും ഗിഫ്റ്റുകൾ അവൾക്ക് കൊടുക്കാം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും ഒരു ലിസ്റ്റ് ഇട്ടു. അങ്ങനെ ഞാനും രേഷ്മേച്ചും ജീനേച്ചും കൂടെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല കളറിലുള്ള ഇങ്ങനത്തെ പൊതികളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ണി കണ്ടതും കൈ കിട്ടിയതും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ എപ്പോഴും ഉള്ള പോലെ തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്ത്. പിന്നെ ബർത്ത്ഡേ അടുക്കാനായപ്പോഴാണ് ഇങ്ങനത്തെ ചില തീരുമാനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വ്ലോഗ് ഓൾറെഡി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നൊരു വേഗം പോയി കാണുന്നോക്കോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.